വായിക്കാൻ പോകുന്ന ഉദ്ധരണിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് കുറച്ച് പറയാനുള്ളത്. അത് മുജാഹിദ് പ്രസ്ഥാനത്തെ ഇപ്പോൾ ഒരു പുതിയ അടുത്തുണ്ടായ പ്രശ്നമാണ്, ഒരു പുതിയ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു. മുജാഹിദ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, മുജാഹിദ് മദ്രസയിൽ കുട്ടികൾ പഠിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ വായിക്കാം. പേജ് 62, മുഹമ്മദ് നബി അനുപമ വ്യക്തിത്വം 7ാം തരം KNM വിദ്യാഭ്യാസ ബോർഡ്, അതിന്റെ 62ാം പേജിൽ ഒരു ഉദ്ധരണി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മദീന ജീവിതം വഴി സമുദായത്തിന്റെ നേതൃത്വവും ഭരണവും ഏൽക്കുക വഴി അള്ളാഹു അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം വേണ്ടവിധം നിറവേറ്റുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നത് സന്ദേഹമില്ലാത്ത സത്യം മാത്രമാണ്. ഏതു പരിതോവസ്ഥയിലും ഒരു ഭരണകർത്താവ് എങ്ങനെയായിരിക്കണമെന്ന് വാക്കിലൂടെ മാത്രമല്ല പ്രവൃത്തിയിലൂടെ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. നാഗരികത അല്ല, ഈ ഉലകം തന്നെ നിലനിൽക്കുന്നിടത്തോളം കാലം ഭരണവും ഭരണകർത്താവും മനുഷ്യർക്ക് ആവശ്യമുള്ളതാണല്ലോ. ജീവിതത്തിന്റെ ഈ വശം കാണിക്കാതെ അദ്ദേഹം ചരമമടഞ്ഞിരുന്നുവെങ്കിൽ ജനോപകാരിയായ സമ്പൂർണ്ണ മാതൃകാ പുരുഷനാവില്ലായിരുന്നു അദ്ദേഹം. പരിഷ്കരണത്തിന് ഉപദേശം മാത്രം മതിയായിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് പരിഷ്കർത്താക്കളുടെ ആവശ്യമുണ്ടായിരുന്നില്ല, ഗ്രന്ഥങ്ങൾ മാത്രം മതിയായിരുന്നു. ഇത്രയും ഭാഗം ഇത് ഈ പുസ്തകത്തിലുള്ളതാണ്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഏതോ ഒരു കുസൃതിക്കാരൻ ഇത്രയൊക്കെ ഞാൻ ഈ വായിച്ച ഭാഗം ഉദ്ധരിച്ചു, ഇങ്ങനെ ഒരു പേപ്പറിലേക്ക് ഉദ്ധരിച്ചു, ഇൻവെർട്ടർ കോമട്ടിട്ട്, എന്നിട്ട് ചോദിച്ചു, പ്രവാചകനെക്കുറിച്ചുള്ള ഈ നിരീക്ഷണത്തെ മുസ്ലിം എങ്ങനെ വിലയിരുത്തുന്നു? 1996 മാർച്ച് 15, പുസ്തകം 19, ലക്കം 29 ശബാബ്. അതിലേക്കൊരു ചോദ്യം അയച്ചു. KNMന്റെ പാഠപുസ്തകമാണിത് സാധനം. അതിന് ഉദ്ധരിച്ചു, അതിനാണ് ഉദ്ധരിച്ചതെന്ന് എഴുതിയില്ല. ഇൻവെർട്ടർ കോമയിൽ ഇങ്ങനെ ഉദ്ധരിച്ചത് ഇപ്പൊ വായിച്ചു കേട്ടാൽ അങ്ങൾക്കൊക്കെ തോന്നൂല അത് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞാന്ന്. അതായത് ഭരണം സ്ഥാപിക്കാതെ നബി മരിച്ചാൽ പൂർണ്ണ മാതൃകാ പുരുഷനാകില്ലായിരുന്നു എന്നാണുള്ളത്. ജമാഅത്ത് പോലും അത്ര പറഞ്ഞിട്ടില്ല. അപ്പൊ ജമാഅത്തിന്റെ വാദാന്ന് കരുതി ഈ ഉത്തരം പറയുന്ന ആള്, ഇത് ISMന്റെ മുഖപത്രമാണല്ലോ, മുജാഹിദുകൾ തന്നെയാണ് സാധനം. എന്നിട്ട് ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഉദ്ധരണി വീണ്ടും വായിക്കേണ്ടതില്ല, കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തുടങ്ങുന്നത് മുതൽ ഗ്രന്ഥങ്ങൾ മാത്രം മതിയാകുമായിരുന്നു. സംശയമുള്ളവർക്ക് ഇപ്പൊ തന്നെ കയറി വന്നാൽ അത് വായിക്കാൻ മടച്ചിട്ട്, അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ ലക്കാണ് ഇവിടൊക്കെ തന്നെ എമ്പാടുണ്ടാവും. എന്നിട്ട് ചോദ്യതാണ് അവസാനം, ഈ ഇൻവെർട്ടർ കോമ കഴിഞ്ഞിട്ട് അവസാനം ചോദിച്ചു, പ്രവാചകനെക്കുറിച്ചുള്ള ഈ നിരീക്ഷണത്തെ മുസ്ലിം എങ്ങനെ വിലയിരുത്തുന്നു? ഇതാണ് ചോദ്യം. ചോദ്യം കിട്ടി. അപ്പോ നോക്കിയപ്പോ അങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതാണ്ട് സ്വഭാവമുള്ള ഒരു ഉദ്ധരണിയാണ്. എന്നാ പിന്നെ നോക്കേണ്ടതില്ലല്ലോ. അങ്ങനെ ഉത്തരം പറയാം. ഉത്തരം ഞാൻ വായിക്കാം. രക്ഷിതാക്കളെ, വിദ്യാർത്ഥികൾ പഠിക്കുന്ന രക്ഷിതാക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ കുട്ടികൾ എന്തൊക്കെയാ പഠിപ്പിക്കണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങൾക്ക് സാമൂഹികവും രാഷ്ട്രീയവുമായ നേതൃത്വം നൽകി എന്നതും ഒരു ഉത്തമ ഭരണ സംവിധാനം ജനജീവിതത്തിന് ഏറെ നന്മകളും നേട്ടങ്ങളും കൈവരുത്തുമെന്നതും അനിശ്ചയ വസ്തുതകളാകുന്നു. എന്നാൽ ഭരണാധികാരിയാകാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരമമടഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം ജനോപകാരിയായ സമ്പൂർണ്ണ മാതൃകാ പുരുഷനാവില്ലായിരുന്നു എന്ന നിരീക്ഷണത്തിന് ഖുർആനിലോ സുന്നത്തിലോ യാതൊരു അടിസ്ഥാനവുമില്ല. അപ്പോൾ ഒരടിസ്ഥാനമില്ലാത്താണ് പഠിപ്പിക്കുന്നത്. ഒന്ന് തീർന്നില്ല. ഉത്തമ മാതൃകാ പുരുഷനായും ഒരു വ്യക്തി എന്നതിലുപരി ഒരു ഉമ്മത്തായും അള്ളാഹുവിന്റെ മിത്രമായും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു രാഷ്ട്രം സ്ഥാപിക്കുകയോ ഭരണാധികാരം കൈയാളുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം ജനോപകാരിയായത് ലോകാവസാനം വരെ ഏകദൈവവിശ്വാസികൾക്ക് വേണ്ടി മഹത്തായ ആരാധനാലയം സ്ഥാപിച്ചതുവഴിയായിരുന്നു. അടുത്ത വരണം. വളരെ വിപുലവും പ്രതാപപൂർണവുമായ ഭരണാധികാരിയായിരുന്നു സുലൈമാൻ നബിക്കുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ദാവൂദ് നബിയും പ്രതാപിയായ ഭരണാധികാരിയായിരുന്നു. എന്നാൽ ഇവരെ ഭരണം കൈയാളാത്ത ഇബ്രാഹിം നബിയേക്കാളോ ഈസാ നബിയേക്കാളോ സമ്പൂർണ്ണ വ്യക്തിത്വങ്ങളായി അല്ലാഹുവോ റസൂലോ വിലയിരുത്തിയിട്ടില്ല. നോഹ്, മൂസ, ഈസ അലൈഹിസ്സലാം തുടങ്ങിയ പ്രവാചകന്മാരൊന്നും ജനോപകാരികളോ സമ്പൂർണ്ണ മാതൃകാ പുരുഷന്മാരോ ആയിരുന്നില്ലെന്ന് വരുത്തി തീർക്കുന്ന ഈ നിരീക്ഷണം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമത്രേ. മൂസ, ഈസ പോലെയുള്ള പ്രവാചകന്മാര് മാതൃകായോഗ്യരല്ല എന്ന് വരുത്തി തീർക്കുന്ന ഈ നിരീക്ഷണം ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. അപ്പൊ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായതാണോ കുട്ടികളെ പഠിപ്പിക്കൽ മദ്രസയിൽ? അത് 7ാം ക്ലാസ്സിലാണ്. 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ പിന്നെ കുറയാൻ കഴിയുമ്പോൾ തിരുത്തുമെന്ന് വെക്കാം. ഇത് അവസാനം ക്ലാസ് നിർത്താൻ നേരത്തെ ഇസ്ലാമിന് വിരുദ്ധമായതും പഠിപ്പിച്ചിട്ടാണ് വിടുന്നത്. എന്ത് ഗതികേടില്ല പെട്ടത്. അപ്പൊ എന്താ സംഗതി എന്ന് ചോദിച്ചാൽ, ഇവർക്കൊരു ഒരു ഇസ്ലാം ഉൾക്കൊണ്ട ഒരു മനസ്സുണ്ടല്ലോ, ഒരു ഫ്രെയിം. എന്തുകൊണ്ട് ജമാഅത്തിന് അനുകൂലമായി ഇപ്പൊ നമ്മൾ കുറെ ഉദ്ധരണി വായിച്ചു, എന്തുകൊണ്ടാ ജമാഅത്തിന് അനുകൂലമായിട്ട് ഇവരുടെ ബുക്കിൽ ഉദ്ധരണി കിട്ടുന്നത്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് 2 വാക്കുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്തുകൊണ്ട് ജമാഅത്തിന് അനുകൂലമായിട്ടുള്ള ഉദ്ധരണി കിട്ടുന്നു? അതായത് മുസ്ലിം മുജാഹിദ് വിഭാഗത്തിൽ അവിടെയാണ് ഞാൻ തുടക്കം പറഞ്ഞവർക്ക് പറ്റിയത്. രണ്ട് വിഭാഗം, 2 ചിന്താഗതിയുണ്ട്. ഒന്ന് ഇസ്ലാമിനെ ഒരു മതം മാത്രമായിട്ട് അംഗീകരിച്ചത്,
അവർക്ക് ആകെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധനയാണ്, വേറൊന്നും ഇബാദത്താവൂല. താകൂത്ത് എന്ന് പറഞ്ഞാൽ ഇബ്ലീസ്, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് എല്ലാത്തിനും കൂടി തനി ഒരു മതം. അപ്പോ രാഷ്ട്രീയത്തിലൊന്നും പെടൂല, അവ വളരെ സുഖമാണ്, ബാക്കി മേഖലയൊക്കെ ഫ്രീ. വേറൊരു വിഭാഗം ശരിക്കും ഇസ്ലാമിനെ തന്നെ ഉൾക്കൊണ്ടവരാണ്. അവർ മുൻകൈയെടുത്തിട്ടാണ് അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖിന്റെ ആ ലേഖനം വിവർത്തനം ചെയ്തത് ഞാനിവിടെ വായിക്കാം. അവരെഴുതിയ ലേഖനങ്ങളാണ്, ലേഖനങ്ങളിൽ നിന്നാണ് ജമാഅത്ത് അനുകൂല ഉദ്ധരണികൾ കിട്ടുന്നത്. അപ്പൊ ഇവർക്കൊരു ഏകോപിച്ച ഒരു വീക്ഷണം ഇസ്ലാമിനെ കുറിച്ചില്ല. അപ്പൊ മുജാഹിദിന്റെ ഒരു മൗലവി എഴുതി KNM വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ച പാഠപുസ്തകം, അതിൽ നിന്ന് ചോദ്യം ചെന്നപ്പോ ഉത്തരം നൽകുന്നത് വേറുള്ള മനുഷ്യനാവുമല്ലോ. അദ്ദേഹത്തിനൊരു ഇസ്ലാമികമായ മനസ്സുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയില്ലേ ഇത് നമ്മുടെ തന്നെയാണ്. അദ്ദേഹം തിരിഞ്ഞില്ല. അദ്ദേഹത്തിന് വേറെ ആയിരുന്നു സ്വന്തം പാഠപുസ്തകം പഠിപ്പിക്കുന്നത്, കുട്ടികളെ പഠിപ്പിക്കുന്നത് ഖുർആനും സുന്നത്തിന് എതിരാണ് എന്തായിരുന്നാലും എഴുതില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ട് എഴുതി? ഇത് നമ്മളേതാണെന്ന് അറിഞ്ഞില്ല. അവർ വിചാരിച്ച ഏതോ ജമാഅത്തുകാരനായിട്ടും കിടക്കട്ടെ. ഇനി അഥവാ നിങ്ങളാരെങ്കിലും ഈ ചോദ്യം അയച്ചത് മുജാഹിദിന്റെ ഈ പാഠപുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ട് പേജ് നമ്പറും പുസ്തകത്തിന്റെ പേരും വെച്ചിട്ടായിരുന്നെങ്കിലോ ഇതിനെ ന്യായീകരിക്കും. അപ്പൊ ഇവരുടെ ന്യായീകരണവും ഇവരുടെ എതിർക്കലും സംഘടനാ പക്ഷപാതിത്വത്തിന്റെ അടിസ്ഥാനത്തിലാണോ, ഇസ്ലാമികമായ മനസ്സോടുകൂടിയോ? നമുക്ക് സംശയമുണ്ട് ഇവരുടെ ഉദ്ദേശശുദ്ധിയിൽ. എന്തായിരുന്നാലും ഞാൻ പറയുന്നു, ഇപ്പൊ പെട്ടത് നല്ല പെടലാണ്. ഇത് തെറ്റാന്ന് പറയാൻ പറ്റില്ല. ഇവർ പറയുന്നത് ഖുർആനും സുന്നത്തിനും വിരുദ്ധമാണ്. പുസ്തകം പിൻവലിക്കാൻ പെട്ടെന്ന് പറ്റില്ല. കാരണം വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ചതും വളരെ നല്ല ഒരു പാഠപുസ്തകമായി സ്വീകരിക്കപ്പെട്ടതുമാണ്. ഖുർആനും സുന്നത്തിനും വിരുദ്ധമായത് രക്ഷിതാക്കൾ സ്വന്തം കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുന്നതിന്റെ വിഷയത്തിൽ രക്ഷിതാക്കൾ ആത്മപരിശോധന നടത്തണം എന്ന് മാത്രമേ ഞാൻ അത് സംബന്ധമായിട്ട് പറയുന്നുള്ളൂ. ഇവർക്ക് ഇസ്ലാമിന്റെ ഏതാണ്ട് എല്ലാ മൗലികമായ വിഷയത്തിലും രണ്ടഭിപ്രായമുണ്ട്.